മൊബൈൽ സംവിധാനം വരുന്ന മുമ്പേ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടം. ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി പാറയ്ക്കെല്ലാം താഴത്തുള്ള ഉരുള് പോലെ പൊട്ടുകളുണ്ട്. ആൾക്കാരുണ്ടാക്കിയതല്ല. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാറ പൊത്തിക്കൂടിയെല്ലാം പോട്ടി ഇത് പല ഭാഗത്ത് പോകുന്നത്, നേരിട്ട് പോകല്ല. അതിന് ഉദാഹരണം മാത്രമാണ് ഏറ്റവും താഴ്ഭാഗത്ത് കണ്ടോ, വളവിൻ്റെ അവിടെ ഇടത്തുനിന്ന് വലത്തോട്ട് പതുവരുന്നുണ്ട്. അങ്ങ് താഴെ പാറയുടെ മോളിക്കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കൂടിയാണ് വെള്ളം ഒഴുകുന്നത്. ഇവിടെ പാറയുടെ പൊത്തിക്കൂടെ പോയിട്ട് ഇത് പല ഭാഗത്ത് പൊന്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴിയും വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പൊക്കൂടെ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടുന്നു. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ പറഞ്ഞു കൊടുക്കാനും നിയന്ത്രിക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന് എഞ്ചിനീയർ വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു. കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. അന്നോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരി ആ ചാഞ്ഞ് നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നു. അങ്ങനെയാണ് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ കരിയാത്തുംപാറ തോണിക്കട എന്ന ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അങ്ങോട്ട് പോകുന്ന വെള്ളം ഇത്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചതല്ല, എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം 2 മലയുടെ ഇടയിൽ കൂടെ പുഴ പോയിക്കുക. പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയിൽ കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറുമെന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താനൊക്കെയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് ആഞ്ഞ് പതിക്കുന്ന കാണത്തില്ല, പാടെ പൊത്തിക്കൂടെ വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. നമ്മുടെ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പള്ളിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മോളിൽ ആഞ്ഞ് പതിക്കുന്നതാണ്. ഇത് കാണില്ല. ഈ പാലം ഉണ്ടാകും, നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പാലത്ത് നിന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കുഴിയെല്ലാം കാണാനില്ല. പക്ഷെ പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ട് പോകും. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കക്ക അണക്കെട്ട് കണ്ടില്ലേ, ആ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ വെള്ളം കൂടി പാലം മൂടി മരത്തിൻ്റെ 3/4 ഭാഗം ഉയരത്തിൽ ഇവിടെയെല്ലാം 3 ദിവസം അഗാധമായ വെള്ളച്ചാട്ടമായിരുന്നു. പിന്നെ കമ്പിവേലിയിലിട്ട് ആൾക്കാർക്ക് നിന്ന് കാണാൻ വേണ്ടി. പിന്നെ വേറെ പ്രത്യേകത, ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പറവ് മാത്രം, നെറ്റി, കണ്ണ്, മൂക്ക്, വായി തടിച്ച് ഈ കണ്ണിക്കുന്ന പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്, റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് 5 മണി വരെ മാത്രമേ ആൾക്കാർ ഇവിടെ നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് ചീടിക്കുഴി, 18 അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാറത്തറ, ബാണാസുര സാഗറിന് വെള്ളം തോന്നിട്ട് കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ട് തോന്നിട്ട് ആ പെരുളാമൊഴി അണക്കെട്ട് ഇതിൽ പോകും. അപ്പക്കൊട്ടം മണ്ണിലേക്കൊന്നൊരു ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചസാര ഇട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഈ പാറയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ.